അച്ചടക്ക നടപടികളിൽ കാലതാമസം പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സർക്കാർ നിർദ്ദേശം. നടപടികളിലെ കാലതാമസം മൂലം ഉദ്യോഗസ്ഥർ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുവെന്ന വിലയിരുത്തലിലാണ് നിർദ്ദേശം. കുറ്റാരോപിതരുടെ സർവീസ് വിവരങ്ങൾ ശേഖരിക്കാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശമുണ്ട്. മേഘ്ന മുരളി ചേരുകയാണ്. മേഘ്ന, എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ? പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അച്ചടക്ക നടപടികൾ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. അതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിലവിൽ നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ അച്ചടക്ക നടപടി എടുക്കാനുള്ള കാലതാമസം മൂലം പലരും ഈ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും സർവീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ കണ്ടുപിടിക്കാനും ആ സർവീസ് ആനുകൂല്യങ്ങൾ തടയാനുള്ള നീക്കങ്ങളും ആദ്യഘട്ടത്തിൽ ഉണ്ടാകണമെന്നുള്ള കാര്യം പറയുന്നു. അതുപോലെ തന്നെ ഈ കുറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട ശുപാർശ സർക്കാരിലേക്ക് നൽകുമ്പോൾ ഈ കുറ്റാരോപിതർ പെൻഷൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സർവീസ് ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ എത്ര കാലമാണ് അവരുടെ സർവീസ് കാലാവധി അടക്കമുള്ള കാര്യങ്ങളും ഈ ശുപാർശയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. അതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഉപ ഡയറക്ടറും കർശനമായി ഈ നിർദ്ദേശങ്ങൾ പാലിക്കണം, വകുപ്പ് തലവന്മാർക്ക് ഈ നിർദ്ദേശം നൽകണമെന്ന കാര്യം കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അച്ചടക്ക നടപടിക്ക് തുടക്കം കുറിച്ച് പിന്നീട് ഇപ്പോഴും ഈ സർവീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാർ ഉറപ്പു നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരറിയിപ്പും നിർദ്ദേശവുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. ശരി, മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.